അടുത്തത് ഭഗവത്ഗീത 9-ാം അധ്യായത്തിലെ രാജവിദ്യ രാജഗുഹ്യ യോഗത്തിലെ 30-ാമത്തെ ശ്ലോകത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ലോകത്തിൽ ഒരു മതഗ്രന്ഥങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കാത്ത ഏറ്റവും വിപ്ലവകരമായിട്ടുള്ള ഒരു വാഗ്ദാനമാണ് ഈ ശ്ലോകത്തിൽ ഭഗവാൻ നൽകുന്നത്. എനിക്ക് തോന്നുന്നു ഒരു വിശ്വാസ പ്രമാണങ്ങളിലും നമുക്ക് ഇങ്ങനെ ഒരു വിശ്വാസം അല്ലെങ്കിൽ നമുക്കൊരു ഉറപ്പ്, നമുക്കൊരു വാഗ്ദാനം കാണാൻ സാധിക്കില്ല. അങ്ങനെ ഒരു ശ്ലോകമാണ്. അതിലേക്ക് കടക്കുകയാണ്. ഭഗവാൻ തുടരുകയാണ്. അഭിചേത് സുദുരാചാരോ ഭജതേ മാമനന്യഭാഗ് സാധ്യമേവ സമന്ധവ്യ സാധുരേവ സമന്ധവ്യ സമ്യക് വ്യവസ്ഥിതോ ഹി സഹ. എത്ര ദുഷ്ടാചാരമുള്ള ആളായാലും ചെയ്യുന്ന കർമ്മങ്ങളിൽ പൂർണ്ണമായിട്ടും സറണ്ടർ ചെയ്താലും, എന്നെ ഭക്തിയോടുകൂടി അനന്യ ഭക്തിയോടുകൂടി എന്ന് പറഞ്ഞ അർത്ഥം ചെയ്യുന്ന കർമ്മങ്ങളിൽ പൂർണ്ണമായിട്ടും ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ അവനെ ആരായിട്ട് കരുതും? സജ്ജനമായിട്ട് കരുതുമെന്നാണ്. നിങ്ങളുടെ എല്ലാ ദുഷ്ടകർമ്മങ്ങളും ക്ലീൻ ആവും ഇന്നു മുതൽ ചെയ്യുന്ന കർമ്മങ്ങളിൽ സതുദ്ദേശത്തോടുകൂടി, നല്ല ചിന്തയോടുകൂടി, നല്ല ദിശയോടുകൂടി ഉറച്ച തീരുമാനം എടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് പിന്നെയും പിന്നോട്ട് നോക്കരുത്. അതൊക്കെ മറക്കുക. എങ്ങനെ ചെയ്യണം? വ്യവസിത, ഉറച്ച തീരുമാനം. ഹി തീർച്ചയായിട്ടും എന്നാണ്. സഹ അവൻ, സമ്യക് ശരിയായ കർമ്മങ്ങൾ. മന്തവ്യ എങ്ങനെ കരുതപ്പെടേണ്ട ആളാണോ പണ്ട് എന്നൊന്നും ആലോചിക്കില്ല. ഇന്നു മുതൽ കരുതപ്പെടേണ്ടത് എങ്ങനെയാണെന്നാണ്. അത് ഉറപ്പാണ്. അനന്യഭാഗ്, വേറെ ഒന്നിലും ശ്രദ്ധിക്കാതെ, എന്നെ ആരെന്ത് പറയേണ്ടതൊന്നും കേൾക്കരുത്. ഏതുപോലെയാണ്? ഈ ട്രാക്കിൽ നിന്നിട്ട് ഓടാൻ നിൽക്കുന്നവൻ, അവന്റെ ശ്രദ്ധ ആ വിസിൽ വിളിയിൽ മാത്രമാണ്. ഞാൻ വേറെ ആരെങ്കിലും പറയുന്നതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വിസിലടിക്കുമ്പോൾ ഓടാൻ പറ്റണ്ടാവും. എന്റെ ശ്രദ്ധ അവിടെ മാത്രം. തീർച്ചയായിട്ടും ഡെഡിക്കേറ്റഡ് ആയിട്ട് നിന്നാൽ, മാം കർമ്മത്തിൽ മാത്രം ശ്രദ്ധയോടുകൂടി നിന്നാൽ, അതന്നെ അനന്യശ്ചിന്തയന്തോമാന്നുള്ളതിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. ഭജന്തേ, ആരാണോ ആരാധിക്കുന്നത്, ഭഗവാൻ ആരാധിക്കാനല്ല പറഞ്ഞു കേട്ടോ, കർമ്മത്തിൽ പൂർണ്ണമായിട്ടും ശ്രദ്ധിച്ചു നിൽക്കുന്നവനെ അവൻ ഒരിക്കലും എന്നിൽ നിന്ന് വിട്ടുപോകില്ല. അത്യന്തം ദുരാചാരങ്ങളുടെയൊക്കെ കുഴിയിൽ കിടന്നിട്ടുള്ള മനുഷ്യനാണെങ്കിൽ പോലും, എത്ര വലിയ തെറ്റ് ചെയ്താലും ശരി, ഇതൊന്നും എനിക്ക് കുഴപ്പമില്ലാത്ത. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. നമ്മൾ ഡെയിലി എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ, പണ്ട് നീ പറഞ്ഞങ്ങനെ, പണ്ട് കഴിഞ്ഞില്ലേ അത്? എന്തിനാ പഴയ ചാപ്റ്റർ പിന്നെ നോക്കുന്ന? പുതിയ ചാപ്റ്റർ തുടങ്ങിക്കൂടെ? നമുക്ക് പറ്റില്ല. പഴയ കഥകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്തിനാ വെറുതെ സമയം കളയുന്നത്? ഇല്ല നമുക്കായൊരു സന്ധ്യരപ്പാതിയല്ലാതെ മറ്റൊന്നുമില്ലെന്നിരിക്കവേ, അല്ലേ? കുറച്ച് സമയം മനുഷ്യന്മാർ തമ്മിൽ ഇടപെടാറുള്ളൂ. ആ സമയത്ത് പോലും ഇല്ല നമുക്കായൊരു സന്ധ്യ, കടമനിട്ട് ഇടപെട്ടാണ്. ഇല്ല നമുക്കായൊരു സന്ധ്യ രാപ്പാതിയല്ലാതെ മറ്റൊന്നുമില്ലെന്നിരിക്കവേ അർത്ഥം കൊടുത്തു പൊലിപ്പിച്ചെടുക്കണം. പ്രാരബ്ധം എന്തിനാ പറയണേ? ഈ സമയമെങ്കിലും നമുക്ക് എൻജോയ് ചെയ്തൂടെയാണ് കടമനിട്ട ചോദിക്കുന്നത്. അദ്ദേഹം വീട്ടിലെത്തുമ്പോൾ ശാന്തേനെ കാണാൻ പോകുന്ന സമയത്ത് വെള്ളിയാഴ്ച വൈകുന്നേരം പോയി, ഞായറാഴ്ചയും 2 ദിവസം ഉണ്ടാവുള്ളൂ, ബാക്കി എല്ലാ സമയം ഇങ്ങനെ നടക്കാണ്. ശാന്തയെ കുളി കഴിഞ്ഞ് മാറ്റി വരാന്നാണ്. പഴയ കഥകളൊക്കെ വിട്, പ്രശ്നങ്ങളൊക്കെ മറക്ക്. ദുരാചാരം എന്നാണ്, ഗുരുതരമായ തെറ്റ് എന്നാണ്. ദുരാചാരങ്ങൾ ആയ എന്തായി? സൂപ്പർലേറ്റീവ് ആണ്. അവിടെ ഗുരുതരമായ തെറ്റ് ചെയ്തിട്ടുണ്ടാവും, മോശമായിട്ടുള്ള ജീവിതചര്യകൾ ഉണ്ടായിട്ടുണ്ടാവും. ഇതൊന്നും പ്രശ്നമല്ല എന്നാണ്. അതുകൊണ്ടാണ് ഭഗവാൻ കംസൻ തുറുങ്കിലടച്ച എത്രയോ സ്ത്രീകളെ അവിടെ നിന്ന് രക്ഷിച്ചു കൊണ്ടുവന്നിട്ട് അവരെയൊക്കെ ഭാര്യമാർക്ക് കൊടുക്കാവുന്ന പോലെ ഉള്ള പരിഗണന കൊടുത്തു എന്നാണ് പറയുന്നത്. അവരൊക്കെ ആരായിരുന്നു? കംസൻ സ്വയം സുഖത്തിന് വേണ്ടിയിട്ട് പാർപ്പിച്ചിട്ടുള്ളവരാണ്. അവരൊക്കെ വേശികളാണ്, വേണമെങ്കിൽ അങ്ങനെ പറയാം. അവരെയൊക്കെ അവിടുന്ന് കൊണ്ടുവന്നിട്ട് സ്വന്തം ഭാര്യയെ പോലെ നോക്കാമെന്നാണ്. അതാണ് നമ്മൾ 16-8 എന്നൊക്കെ പറയുന്നത്. നിങ്ങൾക്ക് എപ്പോഴാണോ ഞാൻ വേണ്ടത് അവിടെ ഞാൻ ഉണ്ടാവും എന്ന് പറയുന്ന സമയത്ത് ഈ ഭർത്തൃ ഭാര്യ ബന്ധത്തിന്റെ രൂപത്തിലൊക്കെ നമ്മൾ കാണുന്നതാണ്. ഭഗവാനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരുടെ കൂടെയുമുള്ള ആളാണ്. സാധുരേവസം മന്തവ്യ എന്നാണ്. അത്ഭുതകരമായ ഒരു പ്രഖ്യാപനമാണത്. ഞാൻ പിന്നീട് സാധുവാകുന്നാണ്. അവനെ സാധു ആക്കുമെന്നാണ്. ആരെ? എത്ര കുറ്റം ചെയ്തവനെയും ഞാൻ സാധുവാക്കിയിട്ട് മാറ്റും, എന്റെ കൂടെ കൊണ്ട് നടത്തും.
അവരുടെ ജീവിത ദിശ തന്നെ മാറ്റുമെന്നാണ്. വലിയ സംഭവമാണത്. എത്ര തെറ്റ് ചെയ്തവനെയും എൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് കർമ്മം ചെയ്യിപ്പിച്ചിട്ട്, നല്ല കർമ്മങ്ങൾ ചെയ്യിപ്പിച്ചിട്ട് അതുവഴി അങ്ങോട്ട് കൊണ്ടുപോകുന്നാണ് പറയുന്നത്. അല്ലേ? അത് ചെയ്യുന്ന കഴിവാണ് മനുഷ്യന് വേണ്ടത്. ഏതോ ഒരു സ്വാമിയുടെ അടുത്ത്, ഏതാരല്ല, സത്യസായി ബാബയുടെ സ്വാമിയുടെ അടുത്ത് ചില വളണ്ടിയേഴ്സ് ഒക്കെ ചെറിയ മിസ്ബിഹേവിയർ ഒക്കെ ചെയ്യുമ്പോൾ സ്വാമിയോട് പറഞ്ഞു, അവൻ എൻ്റെ അടുത്ത് നിന്നിട്ടേ ഇങ്ങനെ, അപ്പൊ പുറത്തെങ്ങനെയായിരിക്കുന്നു? എൻ്റെ അടുത്ത് നിൽക്കല്ലേ നല്ലതെന്ന്. മനസ്സിലായോ? അപ്പോ ഭഗവാന്റെ അടുത്ത് നിൽക്കുമ്പോൾ ചെറിയ തെറ്റ് ചെയ്താലൊന്നും കുഴപ്പമില്ല. കാരണം അവൻ ഭഗവാന്റെ അടുത്ത് അല്ലെങ്കിൽ എന്തൊക്കെ ക്രൂരത ചെയ്തിട്ടുണ്ടാവും എന്ന് ആലോചിച്ച് നോക്കാം. ഇല്ലേ? അപ്പൊ അത്രയെങ്കിലും ക്ലീൻ ചെയ്യാൻ പറ്റണം. ഒരു ജന്മം കൊണ്ടൊന്നും സാധിക്കില്ല ചിലപ്പം. ജന്മജന്മാന്തരങ്ങളുടെയൊക്കെ കർമ്മങ്ങള് കാനി യാനി ച പാപാനി ജന്മാന്തര കൃതാനി ച താനി താനി വിനശ്യന്തി പ്രദക്ഷിണ പതേ പതേ എന്നാണ്. ഓരോ പ്രദക്ഷിണം നടത്തുമ്പോഴും കലാകാലങ്ങളായിട്ട് ചെയ്തിട്ടുള്ള കർമ്മങ്ങളൊക്കെ, അതിലെ ദുഷ്കർമ്മങ്ങളൊക്കെ താനി താനി വിനശ്യന്തി എന്നാണ്. അതിനാണ് പ്രദക്ഷിണം ചെയ്യുന്നത്. അതുപോലും അറിയില്ല നമുക്ക് എന്തിനാ പ്രദക്ഷിണം വെക്കണം, അല്ലേ? അത് ലോകം പ്രദക്ഷിണം വെക്കണേ, നമ്മൾ സ്വയം തിരിഞ്ഞാ മതി. അപ്പോ ലോകം തിരിയുന്നതിന് തുല്യാണെന്നാണ് പറയുന്നത്. അതുകൊണ്ടല്ലേ ഒരു കള്ളന് വാത്മീകിയായി മാറാൻ സാധിച്ചത്? രത്നാകരൻ എങ്ങനെയാ വാത്മീകിയായത്? അല്ലേ? നീ പണ്ടേ അങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെയും കഥ പറയോ? വാത്മീകിയുടെ കഥ പറയുമ്പോ വാത്മീകിയായിട്ടല്ലേ കാണുന്നത്. അദ്ദേഹത്തെ കാണുമ്പോൾ പഴയ ആളായിട്ട് കാണാറില്ലല്ലോ നമ്മള്. എത്രയോ ബൗദ്ധ്യ പാരമ്പര്യത്തില് ഒരു മഹാസന്യാസിമാരായിട്ട് മാറിയിട്ടുള്ള കൊലയാളികൾ ഉണ്ടെന്നറിയോ? അങ്കുലിമാലന്റെ കഥ നമ്മൾ കേട്ടായിരുന്നു, അല്ലേ? എത്രയെത്ര ഉദാഹരണങ്ങൾ നമ്മുടെ പുരാണത്തിൽ പറയുന്നുണ്ട്. എന്തിനാ ഇത് പറയുന്നത്? പഴയ കഥയല്ല, ഇന്നു മുതൽ നമ്മൾ എങ്ങനെയാണ് എന്നത്. നമ്മുടെ ജീവിതത്തിൽ നമുക്കൊന്നും പ്രാബല്യത്തിൽ അത് വരുത്താൻ സാധിക്കുന്നില്ല. മനുഷ്യന് മാറാൻ സാധിക്കും, മനസ്സ് ശുദ്ധമാവാൻ സാധിക്കും, പുതിയ ദിശകൾ നേടാൻ സാധിക്കും. ആ ദിശയിലൂടെ പോകുന്ന സമയത്ത് പഴയ കഥകളൊക്കെ, അതുകൊണ്ട് പൂർവാശ്രമം തന്നെ പറയുന്നത്. എല്ലാ സ്വാമിമാരും പറയുന്നത് എന്റെ പൂർവാശ്രമത്തിൽ അങ്ങനെയായിരുന്നു എന്ന്. അന്ന് ഞാൻ എന്തോ ആയിക്കോട്ടെ, അതൊന്നും കുഴപ്പമില്ല. അന്ന് പരിപ്പോടൊക്കെ വിറ്റിട്ടുണ്ടാവും. പക്ഷെ ഇപ്പൊ വിൽക്കുമ്പോഴും പഴയ പരിപ്പോട് ആ സ്വാമി ഓർക്കുമ്പോഴാണ് പിന്നെ കാപ്പി കുടിച്ചേരുന്ന രൂപത്തിൽ ചേർന്ന് പോകുന്നത്. പരിപ്പോടയും കാപ്പി മാത്രം കഴിച്ചു വരുന്നത്. പണ്ട് പരിപ്പോട വിറ്റു, പിന്നെ സ്വാമിയായി, ഇപ്പൊ കാപ്പിയും പരിപ്പോടയും കൂടിയുള്ള ഗ്രൂപ്പിലാണ് പെടുക. അതായി പോകുന്നതാണ്. ഭഗവത്ഗീത പഠിപ്പിച്ചിട്ടൊന്നും കാര്യമില്ല. കാരണം പഠിപ്പിക്കുമ്പോഴും ചിന്ത കാശിലൊക്കെ ആവുമ്പോ അങ്ങനെയാണ് ആവുക അവസാനം. കുറെ കാലം നിൽക്കാൻ പറ്റില്ല, കുറച്ച് കഴിയുമ്പോൾ അവരെ തന്നെ മാറിപ്പോകും. അങ്ങനെ പാടില്ല. ഡെഡിക്കേഷൻ പൂർണ്ണമാവണം എന്നാണ്. ഇവിടെയാണ് നമ്മൾ മറ്റ് ചില വിശ്വാസങ്ങളിലെല്ലാം ഏതെങ്കിലും ഒരു ചെറിയ പാപത്തിന്റെ അല്ലെങ്കിൽ ഒരു തെറ്റിന്റെ പേരിൽ നിത്യമായിട്ടുള്ള ശിക്ഷയും അതുപോലെ വലിയ ശിക്ഷകളും കാത്തിരിക്കും എന്നുള്ള ഒരു മുന്നറിയിപ്പുകളെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഭഗവാൻ ഇന്നലെ വരെ എന്തായിരുന്നു, ഇന്നു മുതൽ നീ എന്താകുന്നു എന്നുള്ളത് മാത്രം നോക്കുന്ന വലിയൊരു വിശാല മനസ്സുള്ള ഒരു വേദാന്തം നമ്മൾക്ക് മുമ്പിൽ നൽകുന്നത്. അത് എന്തുകൊണ്ടാ വെച്ചാൽ, നിങ്ങൾ ആത്മസമർപ്പണം ചെയ്യുന്ന ഒരു വ്യക്തി അറിയേണ്ടത് പാപത്തെക്കാൾ ശക്തമാണ് ഭഗവാന്റെ കൃപ എന്നാണ്. അതുകൊണ്ട് പാപി ഇല്ല. പിന്നെ ഭഗവാന്റെ കൃപ കന്നു കഴിഞ്ഞാൽ പിന്നെ പാപം ഡൈലൂട്ടായി പോയി. ആത്മസമർപ്പണം ചെയ്യുമ്പോൾ പാപി എന്നൊരവസ്ഥയില്ല, അയാൾ സന്യാസിയായി. അടുത്ത ശ്ലോകം ഭഗവത്ഗീത 9-ാം അധ്യായം രാജവിദ്യ രാജഗുഹ്യ യോഗത്തിലെ 31-ാമത്തെ ശ്ലോകവും അതുപോലെ തന്നെ വിപ്ലവകരമായിട്ടുള്ള ഒരു സത്യപ്രതിജ്ഞയാണ് ഭഗവാൻ നമ്മളോട് നൽകുന്നത്. നമുക്ക് എല്ലാവർക്കും ആത്മവിശ്വാസം നൽകുന്ന, ഏറ്റവും കരുണയുടെ മൂർത്തിമത് ഭാവമായിട്ടുള്ള, നമുക്ക് എന്ത് വന്നാലും നമുക്ക് പതറേണ്ട ആവശ്യമില്ല എന്ന് പറയുന്ന ഒരു ശ്ലോകത്തിലേക്കാണ് അടുത്ത് നമ്മൾ കടക്കുന്നത്. ക്ഷിപ്രം ഭവതി ധർമാത്മാ ശശ്വശാന്തിം നിഗച്ഛതി കൗന്ദേയ പ്രതിജാനീഹി നമേ ഭക്ത പ്രണശ്യതി. ശാശ്വതമായ ശാന്തിം, സമാധാനവും ശാന്തിയും എപ്പ എങ്ങനെ കിട്ടുന്ന പറയുന്നത്? ടപ്പ് എന്ന് പറഞ്ഞു കിട്ടുന്നതാണ്. ക്ഷിപ്രം, പടപടാന്ന് പറഞ്ഞു വരും, നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. ധർമാത്മാ, ധർമ്മിഷ്ഠനായ വ്യക്തിക്ക് ഇന്ന് അങ്ങനെ ആവണം. പണ്ടത്തെ കാര്യമൊക്കെ മറക്കാം. ഇപ്പൊ മുതൽ കിട്ടിയാൽ നികശ്ചന്തി, പ്രാപിക്കാൻ സാധിക്കും. ഏ കൗന്ദേയ, കുന്തിപുത്ര, പ്രതിജാനീഹി,
ഉറപ്പാണ്, ഉറപ്പോടെ പറയാണ്, പ്രഖ്യാപിക്കുകയാണ് ഞാൻ എന്നൊക്കെയാ പറയുന്നത്. എന്ത് നടക്കില്ല? ഒരിക്കലും ഒരു ഭക്തൻ പ്രണശ്യതി, നശിക്കുന്നു എന്ന് പറയാൻ സാധിക്കില്ല. ഒരിക്കലും ഒരു ഭക്തൻ നശിക്കില്ല. ഇതൊക്കെ എന്തിനാ പറയണത്? അർജുന, നീ പണ്ടെങ്ങനെയായിരുന്നു എന്നൊന്നും ആലോചിക്കണ്ട. ഇന്ന് ചെയ്യേണ്ട പണി കൃത്യമായിട്ട് ചെയ്താൽ നിനക്ക് എല്ലാ ഗുണവും കിട്ടുമെന്ന് പറയും. അൾട്ടിമേറ്റ്ലി അർജുനനെ കർമ്മത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യണത്. അനന്യ ഭക്തിയുള്ള ഒരു ഭഗവാനോട് പൂർണ്ണമായിട്ടും ശാന്തി പ്രാപിക്കാൻ സാധിക്കുന്ന അവസ്ഥയിലേക്ക് കുന്തിപുത്ര അർജുന നീ ഉറപ്പായിട്ടും പ്രാപിക്കുമെന്ന് പറയുന്നത് നമ്മളോടൊക്കെ പറയാണ്. പക്ഷെ എന്താ വേണ്ടത്? എന്റെ ഭക്തൻ ആയിട്ട് മാറണം. എന്റെ ഭക്തനായിട്ട് എന്ന് പറഞ്ഞാൽ കർമ്മത്തിൽ പ്രാധാന്യം കൊടുത്ത് കർമ്മം ചെയ്യാൻ തയ്യാറായാൽ, അങ്ങനെ ചെയ്യുന്ന ദുഷ്ടവിചാരമുള്ള വ്യക്തിയായാലും എന്ത് പ്രശ്നങ്ങളുണ്ട്, നീ തുടങ്ങിയത് അങ്ങനെയാണല്ലോ. അർജുന വിഷാദ യോഗത്തിലാണ്. കുറേ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞതൊക്കെ ഞാൻ മറക്കാം. കുറേ എക്സ്ക്യൂസസ് ഒക്കെ പറഞ്ഞിട്ട് ഓടിപ്പോവാനൊക്കെ നോക്കിയ ആളാണ്. അതൊക്കെ ഞാൻ മറക്കും. പക്ഷെ ഈ സമയം മുതൽ കർമ്മത്തിൽ ക്ഷിപ്രം എന്നാണ്. ഒറ്റ ഒരു രാത്രി കൊണ്ട്, ഒരു നിമിഷം കൊണ്ട് ഇപ്പൊ തന്നെ തുടങ്ങണം പണി. അത് പാപത്തിൽ നിന്ന് ധർമ്മത്തിലേക്കുള്ള മാർഗം എന്ന് പറയുന്നത്. അഹങ്കാരത്തിൽ നിന്ന് സമർപ്പണത്തിലേക്ക്, ഞാൻ നേരത്തെ പറഞ്ഞു, അഹങ്കാരത്തിൽ നിന്ന് സമർപ്പണത്തിലേക്കുള്ള, സ്വാർത്ഥതയിൽ നിന്ന് സ്നേഹത്തിലേക്ക് പോകാൻ ഒരു മിനിറ്റ് നമ്മുടെ മനസ്സൊന്ന് മാറ്റിയാൽ പോരെ? ഇത്രയും വേണ്ടു. അപ്പൊ അതാണ് നികശ്ചന്തി എന്നാണ്. പടപടാന്ന് പറഞ്ഞിട്ട് നടക്കും. അപ്പൊ കിട്ടുന്ന മനഃശാന്തി, കിട്ടുന്ന ആത്മധൈര്യം, ആന്തരികമായ ഒരു മനുഷ്യന്മാരോട് തോന്നുന്ന ഒരു സമത്വം ഉണ്ടല്ലോ, അത് നേടിയെടുക്കുമ്പോൾ ഒരു ഭക്തൻ ബാക്കിയുള്ളവരൊക്കെ ഭക്തനായിട്ട് കാണും. നമേ ഭക്ത പ്രണശ്യതി എന്നാണ്. ഇതൊരു മഹത്തായിട്ടുള്ള വാഗ്ദാനമാണ് ഭഗവാന്റെ. നീ എൻ്റെ ഭക്തനായിട്ട് എൻ്റെ കൂടെ നിൽക്കുന്ന ഒരാളായിട്ട് മാറും. അതുകൊണ്ട് നീ ലോകത്തോട് പ്രഖ്യാപിക്കാനാ പറയണത് എൻ്റെ ആളാണെന്ന്. എല്ലാവരോടും വിളിച്ച് പറയും, ഞാൻ ഇനി ഭഗവാൻ പറഞ്ഞതേ കേൾക്കുള്ളൂ എന്ന്. അതുകൊണ്ട് ഭക്തന്മാരായിട്ട് കാര്യമില്ല, അത് പ്രഖ്യാപിക്കുക കൂടി വേണമെന്നാണ്. ഒരു ഗ്യാരണ്ടി കൊടുക്കണം നമ്മൾ. ഞാൻ തന്നെ വിട്ടു പോവില്ല, നിന്റെ കൂടെ ഉണ്ട് മാഷേ എന്ന് പറയില്ല നമ്മള്. അതങ്ങനെ പറയാൻ സാധിക്കണം. അപ്പൊ എൻ്റെ ഭക്തനെ ഞാൻ കൈവിടില്ല എന്നാണ്. എന്ത് രസകരമായിട്ടുള്ളൊരു വാക്കാണ്. സഹൃദേവ പ്രപന്നായ. ഒരു പ്രാവശ്യം പോലും ശരണാഗതി പ്രാപിച്ചിട്ടുള്ള ഒരാളെ ഭഗവാൻ സംരക്ഷിക്കാതിരുന്നിട്ടില്ല എന്ന് ശ്രീരാമൻ പറയുന്നുണ്ട്. എൻ്റെ അടുത്ത് വരുന്നൊരു വ്യക്തിയെ ഭഗവാൻ ഇതേപോലെ പറഞ്ഞു. ഇതേ ആശയമാണ് കൃഷ്ണൻ പറയുന്നത്. രണ്ടും ഒരേ ജന്മാണല്ലോ അല്ലേ? ഒരു കാലം അടുത്ത കാലം, അത്രയല്ലേ വ്യത്യാസമുള്ളൂ. ഭക്തിയുടെ മഹാശക്തിയാണ് ഇവിടെ കാണിക്കുന്നത്. ഭൂതകാലത്തിലെ പാപങ്ങളൊക്കെ മറക്കുക, ഇന്ന് മുതൽ നീ നന്നായാ മതി മോനെ എന്നാണ്. അതുകൊണ്ടല്ലേ രാക്ഷസന്മാരുടെയൊക്കെ സ്ഥലത്ത് പോയിട്ട് അവരെ നശിപ്പിച്ചിട്ട് അവിടെ രാജ്യം സ്ഥാപിക്കുകയല്ലല്ലോ ചെയ്തത്, അവർക്ക് തന്നെ വിട്ടുകൊടുക്കല്ലേ ചെയ്തത്. അങ്ങനെ ഏതെങ്കിലും യുദ്ധം ഉണ്ടായിട്ടുണ്ടോ ഈ ലോകത്ത്? ഇല്ല. രാമൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതാണ് ധാർമ്മികത എന്ന് പറയുന്നത്. നമ്മളിപ്പോ വരാൻ പോകുന്നത് രാമായണ മാസമാണ്. വലിയ സന്ദേശങ്ങൾ കൊടുക്കേണ്ട കാര്യമാണ് അല്ലേ? ഒരു ധർമ്മം ഇങ്ങനെയാണ് പ്രാബല്യത്തിൽ വരുത്തേണ്ടത്. ഞാൻ ഒരാളെ യുദ്ധം ചെയ്ത് തോപ്പിച്ചു കഴിഞ്ഞിട്ട് അവിടെ രാജ്യഭാരം അനിയനെ ഏൽപ്പിക്കല്ല ചെയ്തത്. ലക്ഷ്മണൻ അവിടെ രാജാവാക്കിയിട്ട് വരായിരുന്നില്ലേ? ആക്കിയില്ല. ആ രാജ്യം ആരാണോ ഭരിക്കേണ്ടത് അവിടെ നല്ല ഒരു ഭരണകർത്താവിനെ ഏൽപ്പിച്ചിട്ടാ വന്നത് അല്ലേ? അതിന്റെ രാജ്യഭാരം കൊടുക്കുന്ന കർമ്മം നടന്നതോ ആ രാജ്യത്തല്ല, അത് നടന്നിട്ടുള്ളത് നമ്മുടെ രാമേശ്വരത്തിനടുത്ത് തന്നെയാണ്. ഇവിടെ കൊണ്ടുവന്നിട്ട് അവിടുത്തെ രാജാവാക്കി മാറ്റിയിരിക്കുന്നത് അല്ലേ? വലിയ കഴിവാണത്. അതാണ് ഭഗവാന്റെ ഗുണം എന്ന് പറയുന്നത്. പഴയ കാര്യങ്ങളൊക്കെ മറക്കുന്നു. ഞാൻ യുദ്ധം ചെയ്തു, നിന്റെ ബ്രദറിനെ കൊന്നു എന്നുള്ള തോന്നലൊന്നും ഇപ്പൊ ഇനി പാടില്ല. അത് കഴിഞ്ഞു, ആ കഥ കഴിഞ്ഞു. അടുത്ത ചാപ്റ്റർ, പുതിയ ഭരണം തുടങ്ങും. എവിടെ തുടങ്ങണം? നല്ല സ്ഥലത്ത് തന്നെ തുടങ്ങണം. അതുകൊണ്ട് ഇവിടെ തുടങ്ങുക, എന്നിട്ട് അങ്ങോട്ട് പോയിക്കോ. വളരെ ഓർമ്മിക്കേണ്ട ഒരു പോയിന്റ് തന്നെയാണ്. നമ്മൾ വിസ്മരിച്ചു പോയ ഒരു പോയിന്റ് ആണ് കേട്ടോ. നല്ല സ്ഥലത്ത് വെച്ച് തുടങ്ങിയിട്ട് തന്നെ തിരിച്ചു പോയിക്കോളൂ എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ട്. നമേ ഭക്ത പ്രണശ്യതി എന്നുള്ളത് നമ്മൾ ഓരോ ഭക്തർക്കും ഏറ്റവും അധികം ആത്മവിശ്വാസം തരുന്ന ഭഗവാന്റെ ഒരു പ്രതിജ്ഞ തന്നെയാണ് ആ 31-ാമത്തെ ശ്ലോകം.
അടുത്തത് ഭഗവത്ഗീത 9-ാം അധ്യായം രാജവിദ്യ രാജഗുഹ്യ യോഗത്തിലെ 32-ാമത്തെ ശ്ലോകത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഭഗവാൻ തുടരുകയാണ്. മാം ഹി പാർത്ഥവ്യപാശ്രിത്യ ഏപി സ്യുപാപയോനയഃ സ്ത്രീയോ വൈശ്യസ്തഥാ ശൂദ്രാ തേപി യാന്തി പരാം ഗതിം. ഇതും വിപ്ലവകരമായിട്ടുള്ള വിപ്ലവകരല്ല, നല്ല അല്ലേ? കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ഒരു ശ്ലോകമായിട്ട് നമ്മൾ ഒരു പ്രാവശ്യം ഡിസ്കസ് ചെയ്ത പാപയോനി എന്ന് പറഞ്ഞ് പണ്ട് ഡിസ്കസ് ചെയ്ത ശ്ലോകമാണിത്. മറന്നുപോയോ ലക്ഷ്മി? അതെ അതെ അതെ, എനിക്ക് ഓർമ്മയുണ്ട്. തലക്കകത്തും ഇല്ല പുറത്തും ഇല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഡിസ്കസ് ചെയ്ത കഥയാണ്. മഹാം എന്നെ തീർച്ചയായും അല്ലേ പൃഥയുടെ പുത്രനായ അർജുന എന്നാണ് ഇവിടെ. വ്യത്യസ്തമായിട്ടാണ് ഓരോ സ്ഥലത്തും വിളിക്കുന്നത്. കുറച്ചും കൂടി സ്ട്രോങ് ആണ്. അങ്ങ് റൂട്ടറ്റ് ആവണം എന്നാണ്. എവിടെ റൂട്ടറ്റ് ആവണം? എവിടെ നിന്നാണോ നീ വന്നത് എന്ന അറിവ് നിനക്കുണ്ടാവണം. അതുകൊണ്ടാണ് പൃഥയുടെ പുത്രനായ അർജുന എന്ന് പറയുന്നത്. അത് എവിടുന്നാവണം? ഏത് അവസ്ഥയിലാണോ, പൂർണ്ണമായി ഏതിനെ ശരണം പ്രാപിച്ചിട്ടാണോ, ഏതിനെ ആശ്രയിച്ചിട്ടാണോ, ആരൊക്കെയാണോ, അപി അവര് പോലും എങ്ങനെയാവാം പാപയോനഹ സമൂഹത്തിൽ വളരെ താഴ്ന്നവരായിട്ട് കണക്കാക്കപ്പെട്ടിട്ടുള്ള വ്യക്തികളാണെങ്കിൽ പോലും ആത്മീയമായിട്ട് ഉയരാൻ സാധിക്കുമെങ്കിൽ, ഇഷ്ടംപോലെ കഥകളില്ലേ, ഏത് കുലത്തിലാണ് ജനിച്ചതെന്നില്ലേ? ഭഗവാൻ പോലും ജനിച്ചത് എന്താ യാദവനായിട്ടാണ് അല്ലേ? അവിടെ നിന്നും ആ സാഹചര്യങ്ങളിൽ ജനിച്ചവൻ പോലും എന്ന അർത്ഥത്തിലാണ് അത് ഉപയോഗിച്ചത്, പാപയോനഹ എന്ന് പറഞ്ഞ അർത്ഥം. അങ്ങനെ ദാരിദ്ര്യത്തിൽ ജനിച്ചിട്ടുള്ളവനായാലും ശരി, ഒരു കുഴപ്പമില്ല. അത്തരം വേശ്യായിട്ട് മകനായിട്ട് ജനിച്ചാലും കുഴപ്പമില്ല. അതുപോലെ എന്ത് ശൂദ്രനായിട്ട് ജനിച്ചാലും കുഴപ്പമില്ല. അവരും യാന്തിഹി പ്രാപിക്കുന്നു ഏതിലേക്ക്? പരമമായ ഒരു അവസ്ഥയിലേക്ക് യോജിക്കും. വിദ്യാഭ്യാസം ഇല്ലാത്തൊരു വീട്ടിലാണ് ജനിച്ചത്. എൻ്റെ അമ്മ 0 ക്ലാസ്സാണ്, സ്കൂളിൽ പഠിച്ചിട്ടേ ഇല്ല. അച്ഛനോ എനിക്ക് തോന്നില്ല, അമ്മയും അച്ഛനൊക്കെ 2-ാം ക്ലാസ്സോ 3-ാം ക്ലാസ്സോ, എഴുതാനും വായിക്കാനും പോലും അറിയാത്തൊരു വീട്ടിലാണ് ഞാൻ, എൻ്റെ അച്ഛനും അമ്മയൊക്കെ. അങ്ങനെയുള്ളൊരു വില്ലേജിലാണ്. സ്കൂളില്ല, പിന്നെ ഇങ്ങനെ പഠിക്കാം. പക്ഷെ നമ്മൾ അവിടെ നിന്നും അടുത്ത ലെവലിലേക്ക് പോകാൻ സാധിക്കണം. ഒരു പാരമ്പര്യവും പറയാനില്ല എനിക്ക്. ഗതിം ലക്ഷ്യമാണ് പ്രാധാന്യം. ചരൈഹി ചരൈഹി എന്ന് പറഞ്ഞത് മൂവ് ചെയ്ത് പോയി നല്ല ലക്ഷ്യത്തിലേക്ക്, നല്ല മോക്ഷത്തിലേക്ക് പ്രാപിക്കാൻ സാധിക്കും. അങ്ങനെ നമ്മള് പാർത്ഥ, ഏ അനിയ, ഏ മോനെ, അതുകൊണ്ടാണ് പൃഥ്വിയിൽ ജനിച്ചവനാണ് പാർത്ഥൻ. പൃഥ എന്ന് പറഞ്ഞാൽ പാർത്ഥ എന്നർത്ഥം. അങ്ങനെയുള്ള നമ്മുടെയൊക്കെ റൂട്ട് ഒന്നാണെന്നാണ്. നിങ്ങൾ എവിടെ ജനിച്ചാലും റൂട്ട് ഒന്നാണ്. ഒരേ ഭൂമിയിൽ ഒരേ അമ്മയുടെ മക്കളല്ലേ നമ്മളൊക്കെ. ശരണം പ്രാപിക്കണം എവിടത്തേക്ക്? സമൂഹത്തിൽ താഴ്ന്നവരായാലും കുഴപ്പമൊന്നുമില്ല. ഏത് സ്ത്രീയുടെ മകനാണ്, എവിടെയാണ് ജനിച്ചത്, ഏത് ലോകത്താണ്, ഒന്നും ബാധകല്ല. ഒരു സമത്വ സന്ദേശമാണ് ഇവിടെ കാണിക്കുന്നത്. സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞ ഇതാണ് സോഷ്യൽ കൺസെപ്റ്റ് ഭഗവാന്റെ. ഇതിനൊക്കെ തെറ്റായിട്ട് പലരും വ്യാഖ്യാനിച്ചിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ചരിത്രപരമായ ആത്മീയപരമായ പശ്ചാത്തലം ഒന്നും ബാധകല്ല. ഇന്നത്തെ കാലത്ത് ഇന്ന് വേദപഠനം, യജ്ഞപഠനം, ഗീത ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സമയത്ത് എന്റെ പഴയ കഥകൾ എന്തിനാ ഞാൻ ആലോചിക്കണേ? ശൂദ്രനായിരുന്നു, ഒന്നും ആലോചിക്കണ്ട. ഏത് സാഹചര്യത്തിലാണ് കൃഷ്ണൻ വിപ്ലവകരമായ ഈ പ്രഖ്യാപനം, ഇപ്പം ഡോക്ടർ ലക്ഷ്മി പറഞ്ഞ പോലെ തന്നെ വിപ്ലവകരമായ ഒരു പ്രഖ്യാപനം നടത്തുമ്പോൾ മോക്ഷം എല്ലാവർക്കും അവകാശപ്പെട്ടതാണെന്ന് പ്രഖ്യാപിക്കുകയാണ്. നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും പ്രശ്നമല്ല, ഫോർഗ്രൗണ്ട് നന്നായാൽ മതി. ഫോർഗ്രൗണ്ട് മോശമായപ്പോഴാണ് കുഴപ്പം. അതുകൊണ്ട് പാപയോനി എന്ന് പറയുന്നത് പാപികളുടെ അല്ലെങ്കിൽ യോനികളുടെ ഒന്നും കാര്യങ്ങൾ ആലോചിക്കേണ്ട. നമ്മൾ എവിടുന്നാ വന്നെന്ന് ആലോചിക്കേണ്ട എന്ന് പറയാൻ വേണ്ടി ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. സാമൂഹികമാണോ, വിദ്യാഭ്യാസപരമാണോ, ആത്മീയപരമായിട്ടുള്ള ഒരു സാഹചര്യം എനിക്കുണ്ടായിരുന്നു എന്നൊന്നും ഞാൻ അറിയേണ്ട കാര്യമില്ല. ഇന്ന് ഞാൻ എന്താണ് എന്ന് ആലോചിക്കുക, ബാക്ക്ഗ്രൗണ്ട് അറിയേണ്ടതാണ്. അങ്ങനെ വലിയ മോക്ഷത്തെ ജാതി, ലിംഗ, സാമ്പത്തികമായ, വിദ്യാഭ്യാസപരമായ, സാമൂഹികപരമായ ഒന്നുമില്ലാതെ ശരണാഗതിക്ക് എന്റെ കൂടെ വന്നാൽ എന്ന് വെച്ചാൽ നിങ്ങൾ കർമ്മം ചെയ്യാൻ തയ്യാറാണെങ്കിൽ 100-ൽ 100 മാർക്ക് തരും. കർമ്മം ചെയ്തിട്ടില്ലെങ്കിൽ അതിനനുസരിച്ചുള്ള മാർക്കേ തരുള്ളൂ. ഓക്കെ, കുറെ എക്സാമ്പിൾ ഉണ്ട്. ശബരി, നന്ദൻ, നമ്മുടെ പറയാറില്ല മീരാബായി, ആണ്ടാൾ എന്ന് പറയുന്നത്, കബീർ എന്ന് പറയുന്നത്, എത്രയോ ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. അവരുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയിട്ടാണോ നമ്മൾ അവരെ
ആരാധിക്കുന്നതും അവരെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നതും അല്ല. അവരെവിടുന്നാ വന്നു? പിങ്കല ഇതില് സ്ത്രീയോ വൈശ്യസ്തത ശുദ്ര എന്ന് പറയുമ്പം പിങ്കല എന്ന വേശ്യ തന്നെ പിന്നീട് പിങ്കല ഗീത എഴുതിയിട്ടുണ്ട് അല്ലെ? നമ്മുടെ എഴുതിയിട്ടുണ്ട്. ഗീതകളിലും. അതെ അതെ. അതെ, അതുകൊണ്ട് ജനനമല്ല മനുഷ്യനെ മഹാനാക്കുന്നത്. കറക്റ്റ്. എന്താണ്? ഭക്തിയാണ് മഹാനാക്കുന്നതെന്നാണ്. ചെയ്യുന്ന കർമ്മവും അല്ല, ആ കർമ്മത്തിന്റെ ഉള്ളറകളിൽ ഭക്തിയുണ്ടോ, എന്തിനു വേണ്ടി എന്നുള്ളതാണ്, ആർക്ക് വേണ്ടി എന്നുള്ളതാണ്. ആ സൃഷ്ടിക്കുന്ന കർമ്മത്തിന്റെ പിന്നിൽ എന്താണ് വലിയ. ഇപ്പൊ ഒരു തമാശ പറയാറുണ്ട്. ബിർള ടെമ്പിൾ ഉണ്ടല്ലോ, ഭഗവാന്റെ അടുത്തെത്തി ബിർള. ഭഗവാൻ പറഞ്ഞ കുറെ ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഭഗവാൻ ചോദിക്കാണ്, എനിക്കല്ലല്ലോ ഉണ്ടാക്കിയത്, അറിയപ്പെടുന്നത് ബിർള ക്ഷേത്രം എന്നല്ലേ. അതുകൊണ്ട് ബിർള ടെമ്പിൾ ഉണ്ടാക്കിയൊന്നും ഭഗവാന്റെ അക്കൗണ്ടിൽ പെടില്ല എന്ന് പറയണം. കാരണം അവനവന് പ്രശസ്തി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. ബിർള ടെമ്പിൾ എന്തിനാ പേരിട്ടത്? കൺസ്ട്രക്ട് ചെയ്യുന്ന ആളുടെ പേരിലാണ് അത് അറിയപ്പെടുന്നത്. അതുകൊണ്ട് അങ്ങനെ പാടില്ല. ആശ്രമങ്ങൾ ഉണ്ടാക്കുന്ന എത്രയോ ആശ്രമങ്ങളുണ്ട്, അവരുടെയൊക്കെ പേരിലല്ലേ അത് അറിയപ്പെടുന്നത്. അവരുടെ പേരിലല്ല അറിയപ്പെടേണ്ടത്. അവരാരെയാണോ ഭജിച്ചിരുന്നത് അവരുടെ പേരിലാണ് വേണ്ടത്. ഭഗവാനിലാണ് നമ്മൾ അർപ്പിക്കേണ്ടത്, നമ്മുടെ പേര് കിട്ടാൻ വേണ്ടിയിട്ട്. അത് പാടില്ല. സ്വാമി വിവേകാനന്ദ ആശ്രമമല്ല ഉണ്ടാക്കിയത്, ശ്രീരാമകൃഷ്ണന്റെ പേരിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലേ? അവനവന്റെ ഗുരുവിന്റെ പേരിലാണ്. അതുകൊണ്ടാണ് വിവേകാനന്ദ സ്വാമികൾ ഫേമസ് ആയത്. തന്റെ പാരമ്പര്യം, തന്റെ ദൈവത്തെ നമ്മൾ കാണുക എന്നുള്ളതാണ്. അതാണ് വേണ്ടത്. വലിയ സന്ദേശമാണ്, വലിയ സന്ദേശം. ഈ ഒരു 32ാമത്തെ ശ്ലോകം ഓർക്കുമ്പം ഇനി എന്റെ മനസ്സിൽ എനിക്ക് തോന്നുന്നു കേൾക്കുന്നവർക്കും അത് പതിയും. ബാക്ക്ഗ്രൗണ്ട് അല്ല, ഫോർഗ്രൗണ്ട് ആണ്. അതാണ്. അതായത് ഇവിടെ ഈ ഒരു ശ്ലോകത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് വിശ്വം മുഴുവനും ഏറ്റെടുക്കേണ്ട ഒരു ശ്ലോകമാണ്. കാരണം ചില വിശ്വാസ പ്രമാണങ്ങളില് അടിമയെന്നും പാപിയെന്നും എല്ലാ കാലത്തേക്കും ശിക്ഷിക്കപ്പെടാൻ യോഗ്യരെന്നും ഈശ്വര സൃഷ്ടികളെ വിശേഷിപ്പിക്കുമ്പോൾ ഇവിടെ ഭഗവാൻ അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിക്കുകയാണ്, വലിയൊരു സ്റ്റേറ്റ്മെന്റ് പറയുകയാണ്, വിപ്ലവകരമായിട്ടുള്ള ഒരു ആഹ്വാനം നടത്തുകയാണ്. പാപിയോ സ്ത്രീയോ വേശ്യോ ഏത് ബാക്ക്ഗ്രൗണ്ടിൽ പെട്ടവരായാലും അവരെന്നെ ശരണം പ്രാപിച്ചു കഴിഞ്ഞാൽ അവർക്ക് സദ്ഗതിയാണ് ഉണ്ടാകുന്നത് എന്നുള്ളത് വലിയൊരു സന്ദേശമാണ് അങ്ങ് ഈ ഒരു ശ്ലോകത്തിലൂടെ നമുക്ക് വ്യക്തമാക്കി തന്നിട്ടുള്ളത്. അടുത്തതും ഇതുപോലെ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ശ്ലോകമാണ് 33ാമത്തെ ശ്ലോകം, രാജവിദ്യ രാജഗുഹ്യ യോഗം അധ്യായം 9 അതിലേക്ക് കടക്കാം. ഭഗവാൻ തുടരുകയാണ്. കിം പുനർബ്രാഹ്മണ പുണ്യ ഭക്താ രാജർഷയസ്തഥാ അനിത്യമസുഖം ലോകം ഇമം പ്രാപ്യ ഭജസ്വമാം. ഇതിൽ സ്റ്റേറ്റ്മെന്റ് അല്ല, ഭഗവാൻ നമ്മളോട് ചോദിക്കുകയാണ്, ഈ കേൾക്കുന്നവരോട് ചോദിക്കുകയാണ്. കിം പുന, പിന്നെയും പറയേണ്ടതുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. വെച്ചാൽ ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു, ഇതിലപ്പുറം എനിക്കൊന്നും പറയാനില്ല, ഞാൻ ഇനി എന്തെങ്കിലും പറയണോ ചോദിച്ചാൽ എന്താ അർത്ഥം? ഇതിലും അധികമായിട്ട് ഞാൻ എന്താ പറയാ? ഇത്രയും ക്ലീൻ ആയിട്ട് പറഞ്ഞിട്ട് പിന്നെയും ഞാൻ പറഞ്ഞു. പക്ഷെ ഭഗവാനെ നിർത്താൻ തോന്നില്ല. ഭഗവാൻ അവിടെ നിർത്താമായിരുന്നു, ഇത് ചെല്ലേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ പറയണമെന്നുണ്ട്. പക്ഷെ ഇനിയും പറയേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. നമ്മളെ മക്കളോടൊക്കെ അഡ്വൈസ് പറയുമ്പോൾ ഇനിയിപ്പൊ ഞാൻ ഇതിനോട് എന്താ പറയാ അതുപോലെയാണ്. ആരൊക്കെയാണ്? ബ്രാഹ്മണ, ജ്ഞാനികളായിട്ടുള്ളവര്, ആത്മീയമായിട്ടുള്ള സാധുവായിട്ടുള്ള ബ്രാഹ്മണന്മാര്, പുണ്യാഹ, പുണ്യവാന്മാര്, ഭക്താഹ, ഭക്തന്മാര്, രാജർഷി ആയിട്ടുള്ള വ്യക്തികൾ, എന്തൊക്കെ പറയാൻ പറ്റുമോ അവരൊക്കെ, രാജർഷി ആയിട്ടുള്ളവര്, ധർമ്മിഷ്ഠരായിട്ടുള്ള രാജാക്കന്മാര്, തഥാ അതുപോലെ, അനിത്യം, അനശ്വരമായിട്ടുള്ള നിത്യമായിട്ട് നിൽക്കുന്ന, അസുഖം, സ്ഥിരം ആയിട്ട് സുഖമില്ലാത്ത ആൾക്കാരാണ്. അവരാണ് അസുഖം എന്നുള്ളവര്, സ്ഥിര സുഖമില്ലാത്ത ആൾക്കാർ, ഇടക്കിടക്ക് അസുഖം വരുന്ന ആൾക്കാർ എന്നർത്ഥം. ലോകം ഇമം പ്രാപ്യ, പ്രാപിച്ച ശേഷം എന്ന് വെച്ചാൽ ജനിച്ച ശേഷം, അവരൊക്കെ ഇവിടെ വന്നതിന് ശേഷം, ഭജസ്യ, എന്നിട്ട് എന്ത് ചെയ്യും? ആരാധിക്കാനും ഭജിക്കാനും ഒക്കെ തുടങ്ങും. അപ്പൊ അവരെന്തായി? പഴയ കഥകളൊക്കെ മറന്ന് പുണ്യവാന്മാരായിട്ട് ബ്രാഹ്മണന്മാരും ഭക്തന്മാരും രാജർഷിമാരും ഒക്കെ ഏത് ഗ്രൂപ്പിൽപ്പെട്ടാലും, നശ്വരമായിട്ടുള്ള സ്ഥിരമായിട്ട് സുഖമില്ലാത്ത ആൾക്കാരും ഒക്കെ ഒരേപോലെയാണെന്ന് പറയുന്നത്. ഇവരൊക്കെ ഒരേപോലെ ജനിച്ചിരിക്കുന്ന ഈ ലോകത്ത് എന്നെ ഭജിക്കൂ എന്നാണ് ഭഗവാൻ പറയുന്നത്. അതാണ് ചെയ്യേണ്ടത്. അത് ശൂദ്രന്മാരായാലും വൈശ്യന്മാരായാലും സ്ത്രീകളായാലും ബ്രാഹ്മണന്മാരായാലും രാജർഷികളായാലും
ഒരു കാലത്ത് ഞാൻ രാജർഷിയായി, ഇനി മുതൽ ഞാൻ ഭഗവാനൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. അങ്ങനെയൊന്നും പറ്റില്ല. അന്ധകാലേജ മനസ്യ സ്മരൻ എന്ന് പറഞ്ഞില്ലേ ഭഗവാൻ പണ്ട്. അവസാന കാലം കൂടിയെന്നാണ്. അവസാന കാലം മാത്രമായിട്ട് കാര്യമൊന്നുമില്ല. പണ്ട് മക്കളുടെ പേര് നാരായണൻ ഗോവിന്ദൻ എന്ന് കിടന്ന് ചാവാനാവുമ്പോൾ നാരായണ എന്ന് വിളിച്ച ഭഗവാനാണെന്ന് ധരിച്ചോട്ടെ ചുട്ട. മക്കളെയാണല്ലോ വിളിക്കുക അസുഖം വരുമ്പോ. അതല്ല വിളിക്കേണ്ടത്, ഭഗവാന്റെ പേരാണ്. അതുകൊണ്ടാണ് ഭഗവാന്റെ പേരിടുന്നത് മക്കൾക്കൊക്കെ. അപ്പൊ ലോകം നശ്വരമാണ്. ഇവിടെ സ്ഥിരമായി ഒരു സുഖവുമില്ല. അതെങ്ങനെ ഉണ്ടാക്കുക? നമ്മള് ബാല്യം മാറി, യൗവനം മാറി, ആരോഗ്യം പോയി, സമ്പത്ത് പോയി, ബന്ധുക്കൾ പോയി, ഇതൊക്കെ പോവും. നിത്യമായിട്ടൊന്നുമില്ല. അനിത്യമായ ലോകത്താണ് നമ്മളത്. അവിടെ സുഖം എന്ന് പറയുന്നതും അനിത്യമാണ്. നിത്യമായിട്ടുള്ള സ്ഥിരസുഖമില്ല. എല്ലാ സുഖങ്ങളും താൽക്കാലികമാണ്, മാറ്റങ്ങൾക്ക് വിധേയമാണ്, നശ്വരമാണ്. ആ അവസ്ഥയിൽ അർജുനോട് ഭഗവാൻ ആഹ്വാനം കൊടുക്കുകയാണ്. എന്താണ്? നീ സത്യം മനസ്സിലാക്കിയിട്ട് ഭജസ്വമാം, എന്നെ ഭജിക്കൂ എന്നാണ് ഭഗവാൻ പറയുന്നത്. ലോകം അനിത്യമാണ്, ഭഗവാൻ നിത്യമാണ്. ലോകം പരിമിതമാണ്, ഭഗവാനോ അനന്തമാണ്. അപ്പൊ പരിമിതമായ ലോകത്താണോ നമ്മൾ ജീവിക്കേണ്ടത്? ഭഗവാനാകുന്ന അനന്തതയിലാണ്. ലോകം മാറിക്കൊണ്ടേയിരിക്കും, ഭഗവാനോ മാറുന്നില്ല. അതുകൊണ്ട് രാജർഷി എന്ന ആശയം, രാജാവും ഋഷിയും അവരാണ് ഭരിക്കുന്നത് എന്നുള്ള ധാരണയാണ്. അല്ല, അതിൽ ജ്ഞാനിയായ ഋഷിയാണ് ഭരിക്കുന്നത്. ആ ഋഷി എന്ന് പറയുന്നത് നമ്മൾ പറയുമ്പോൾ ഭഗവാൻ എത്രയോ പ്രാവശ്യം എക്സാമ്പിൾ എടുത്ത് ജനക മഹാരാജാവിന്റെ എക്സാമ്പിൾ എടുത്തിട്ടുണ്ട്. യുധിഷ്ഠിരൻ എന്ന് പറയുന്ന കഥ നമ്മുടെ കയ്യിലുണ്ട്. ദിലീപന്റെ കഥ നമ്മൾ കേൾക്കും, ഹരിശ്ചന്ദ്രന്റെ കഥ കേൾക്കും. ഇവരൊക്കെ രാജാവനായതുകൊണ്ടല്ല, ആ ഋഷി പദവിയിലെത്തിയിട്ടുള്ള രാജാക്കന്മാരായതുകൊണ്ടാണ്. അപ്പൊ വലിയ പാപി ഭക്തി കൊണ്ട് മാറ്റം വരുത്തും. ഭക്തൻ ഒരിക്കലും നശിക്കില്ല. അതുകൊണ്ടാണ് അവരെയൊക്കെ നമ്മൾ ഓർക്കുന്നത്. അതാണ് മോക്ഷം എന്ന് പറയുന്നത്. എത്ര ആൾക്കാരുടെ മനസ്സിൽ നമ്മൾ പ്രാപിക്കുന്നോ, അവര് നമ്മളെക്കുറിച്ച് നല്ലതോർക്കുന്നോ, അതാണ് മോക്ഷം. അതുകൊണ്ട് നശ്വരമായ ലോകത്ത് അനശ്വരമായി ജീവിക്കണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന കർമ്മം, നമ്മൾ ചെയ്യുന്ന ജോലി, പണവും സ്ഥാനവും പ്രശസ്തിയും ഒന്നുമല്ല, ചെയ്യുന്ന ജോലി മാത്രം. അത് അക്കൗണ്ടബിൾ ആയിട്ട് ആരുടെ മനസ്സിലൊക്കെ എനിക്ക് പ്രാപിക്കാൻ സാധിക്കുമോ, ഇമേജ് ബിൽഡിംഗ് എന്നൊക്കെയാണ് ഇപ്പൊ മാനേജ്മെന്റ് കൺസെപ്റ്റിൽ. ഓക്കെ, ഇമേജ് ക്രിയേഷൻ, ഇമേജ് ബിൽഡിംഗ്. എന്നെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് ഇമേജ് ഉള്ളത്? ആ ഇമേജ് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഞാൻ ചെയ്യുന്ന കർമ്മങ്ങളില് നിത്യമായ ദൈവസ്മരണയോടുകൂടി നഷ്ടപ്പെടാത്ത കുറെ കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാക്കിയിട്ട് ബാക്കിയുള്ളവർക്ക് നഷ്ടപ്പെടാത്ത കുറെ കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്ന വിധത്തിലൊക്കെ പറഞ്ഞു കൊടുക്കാൻ സാധിക്കുമ്പോൾ എന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അനിത്യസുഖം പ്രാപ്യമാക്കാൻ വേണ്ടിയിട്ട് ഭജസ്വമാം, ഭജസ്വമാം എന്നാണ്. അതാണ് ഹരി ഓം തത് സത് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. ആ അവസ്ഥയിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കണം. വളരെ മനോഹരമായിട്ടുള്ള ഒരു വിവരണമാണ്. അതായത് നമ്മളെപ്പോഴും ആ ഒരു റിയാലിറ്റി അല്ലെ, ഭഗവാൻ എന്നുള്ള റിയാലിറ്റി, ഈ ഒരു വിശ്വത്തിന്റെ നശ്വരത എന്നുള്ള മോർട്ടാലിറ്റിയെ കുറിച്ച് എപ്പോഴും അവെയർ ആയിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ബോധമുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു അവസ്ഥയിൽ എത്താൻ സാധിക്കുമെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അടുത്തത് ഭഗവത്ഗീത 9-ാം അധ്യായം രാജവിദ്യ രാജഗുഹ്യ യോഗത്തിലെ അവസാനത്തെ ശ്ലോകം. അതെ, അവസാനത്തെ ശ്ലോകത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇത് എനിക്ക് തോന്നുന്നു ലോകത്തിൽ എല്ലായിടത്തും യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു ഭഗവത്ഗീതയില് എല്ലാത്തിലും എന്നെ കാണുക. നമ്മളെ സാധാരണ ഹിന്ദു ധർമ്മത്തില് പലരും പരിഹസിക്കാറുണ്ട്, നിങ്ങൾക്ക് കല്ലിലും മലയിലും പുല്ലിലും എല്ലാത്തിലും ഈശ്വരനാണ് എന്ന് കളിയാക്കാറുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ വിശാലമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട്, ബഹുസ്വരതയുടെ ഏറ്റവും ആധികാരികമായിട്ടുള്ള ഒരു പ്രഖ്യാപനമായിട്ട് ഭഗവാൻ ഇവിടെ പറയുന്നുണ്ട്. എന്നെ കാണുക എന്നുള്ള ആ ശ്ലോകത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇതോടുകൂടി ഈ അധ്യായം അവസാനിക്കുകയുമാണ്. 34-ാമത്തെ ശ്ലോകത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. മന്മനാം ഭവ മദ്ഭക്ത മധ്യാജീ മാം നമസ്കുരു മാമേ വൈശ്യസി യുക്തീവം ആത്മാനം മത്പരായണ. എന്റെ ഭക്തനാകുക എന്നാണ്. ആർക്കൊക്കെ എന്റെ ഭക്തനാവാൻ പറ്റുക? എന്നെ പൂർണ്ണമായും ഉൾക്കൊള്ളാനുള്ള കഴിവുള്ളപ്പോൾ. അത് ആർക്കൊക്കെ ഉണ്ടെന്നറിയോ? നമ്മൾ ഈ പുല്ലിന്റെ മുകളിൽ കിടക്കുന്ന ചെറിയ വെള്ളത്തുള്ളികളില്ലേ, ആ ഓരോ വെള്ളത്തുള്ളിയിലും നമ്മൾ സൂര്യന്റെ കണം കാണും.
അതിങ്ങനെ വെട്ടിത്തിളങ്ങുമ്പോൾ സൂര്യനെ എങ്ങനെയാണോ നമ്മൾ കാണുന്നത് അതുപോലെ ആ വെള്ളത്തുള്ളിയെ കാണാൻ സാധിക്കും. അത് പൂർണ്ണമായും ഉൾക്കൊള്ളുകയാണ് അതിനകത്ത്. ആ ഉൾക്കൊള്ളിട്ട് സൂര്യന്റെ പ്രഭ ഓരോ കണികളിലും നമ്മൾ കാണുന്നത് പോലെ, ഓരോ വെള്ളത്തുള്ളിയിലും ഒരു പുൽക്കൊടിയുടെ മുകളിൽ നിൽക്കുന്ന വെള്ളത്തുള്ളിയിൽ കാണുന്നത് പോലെ ആ മനസ്സിൽ പൂർണ്ണമായിട്ടും സ്മരിക്കുന്ന സമയത്ത് ഭഗവാനെ ഉള്ളിലേക്ക് കയറ്റി, അങ്ങനെ എന്റെ ഭക്തനാവുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്നെ പൂർണ്ണമായിട്ടും താൻ ഉൾക്കൊള്ളുക. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആരാന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നമസ്കുരു, നമസ്കരിക്കും, പ്രാപിക്കുമെന്നാണ്, യശസ്സി എന്നാണ്, യശ്യസി എന്നാണ്. യുക്ത, യോജിച്ചിട്ട്, എങ്ങനെ വേണം, ഏകീഭവിപ്പിച്ചിട്ട് എന്നാണ് യുക്ത എന്ന് പറഞ്ഞാൽ. അതിനെ യുക്തമായിട്ട് ഉൾക്കൊള്ളണം. ആ യുക്തമായിട്ട് ഉൾക്കൊള്ളുന്നതാണ് ആ വെള്ളത്തുള്ളിയിൽ ഭഗവാന്റെ സൂര്യൻ എന്ന് പറയുന്ന വലിയൊരു സങ്കല്പത്തെ ചെറിയ അതിൽ കാണാൻ പറ്റുമല്ലോ. എപ്രകാരമാണോ ഏവം, ഇപ്രകാരം ആത്മാനാം, നിന്റെ മനസ്സിലും നിന്റെ ജീവിതത്തിലും എന്നെ പരമലക്ഷ്യമായി സമർപ്പിതമായി ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒരു പുൽക്കൊടിയുടെ മുകളിലുള്ള ചെറിയ വെള്ളത്തുള്ളിക്ക് അങ്ങനെ സാധിക്കുമെങ്കിൽ നമുക്കൊക്കെ സാധിക്കില്ലേ? നിനക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും. അതുകൊണ്ട് എന്റെ ഭക്തനാവുക എന്ന് പറഞ്ഞ അർത്ഥം പൂർണ്ണമായിട്ടും എന്നെ ഉൾക്കൊള്ളുക, നിരന്തരം സ്മരിക്കുക, ആരാധിക്കുക, നമസ്കരിക്കുക, മനസ്സും ജീവിതവും പൂർണ്ണമായിട്ടും അർപ്പിക്കുക. അങ്ങനെ ചെയ്താൽ തീർച്ചയായിട്ടും എന്നെ പ്രാപിക്കുന്ന ഓരോ വ്യക്തിയിലും ആരെ കാണാൻ സാധിക്കും? ഭഗവാനെ കാണാൻ സാധിക്കും. അല്ലേ? ആ ഓരോ മഴത്തുള്ളിയുടെ ഓരോ കണികയിലും നമ്മൾ കാണുന്നത് വലിയ സൂര്യനെയാണ്. നമ്മളിൽ ഓരോ നല്ല കർമ്മങ്ങളും ചെയ്യുമ്പോൾ നമ്മളിലൊക്കെ ഭഗവാൻ പ്രതിബിംബിക്കും എന്നൊക്കെ പറയില്ലേ. എന്നെ സ്മരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലൊക്കെ ഞാൻ എത്തുമെന്നാണ്. അതാണ് ഭക്തിയുടെ തുടക്കം എന്ന് മനസ്സിലാക്കാം. മനസ്സെവിടെയാണോ അവിടെയാണ് ജീവിതം, അവിടെയാണ് ഭഗവാൻ. അപ്പൊ നിന്റെ മനസ്സ് എന്നിലേക്ക് തിരിക്കുക. ആ കണിക വേറെ എന്തെങ്കിലും ഒന്ന് ഹൈഡ് ചെയ്താൽ സൂര്യന്റെ പ്രതിബിംബം അവിടെ വരില്ല. സൂര്യനെ നോക്കുന്ന കണികയിൽ മാത്രമേ ഇത് കാണുള്ളൂ. അതുകൊണ്ട് ഭഗവാനെ നോക്കുക, എൻ്റെ ഭക്തനാവുക, എൻ്റെ സ്മരണ ചെയ്യുക, അതിൽ സ്നേഹം കാണുക, ഭക്തി കാണുക. അപ്പൊ എന്തുണ്ടാവില്ല? ഭയം ഉണ്ടാവില്ല, നിർബന്ധ ബുദ്ധി ഉണ്ടാവില്ല, അന്ധവിശ്വാസം ഉണ്ടാവില്ല, പ്രകാശം മാത്രമേ ഉണ്ടാവുള്ളൂ. അതാണ് സ്നേഹം, അതാണ് ഭഗവാൻ. മദ്യാജി എന്നാണ്, എന്നെ ആരാധിക്കണം എന്നാ പറഞ്ഞിരിക്കണം ഭഗവാൻ. ആരാധിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? റിഫ്ലക്ട് ചെയ്യാന്ന അർത്ഥം. ഭഗവാൻ എന്താണോ ആവശ്യം അവരുടെ ടോർച്ച് ബെയറർ ആവുക എന്ന് പറയാറില്ലേ നമ്മള്. ആ ഓരോ മഴത്തുള്ളി കണികയും എന്താ ചെയ്യുന്നത്? ടോർച്ച് ബെയറർ ആവുകയാണ്. അവിടെ നോക്കുമ്പോൾ എന്ത് രസമായിട്ട് അത് മിന്നിത്തിളങ്ങാല്ലേ. അതാണ് ടോർച്ച് ബെയറിങ്. അത് കർമ്മം കൊണ്ട്, സേവനം കൊണ്ട്, പ്രാർത്ഥന കൊണ്ട്, ധ്യാനം കൊണ്ട്, ധർമ്മം കൊണ്ട്. നമസ്കുരു, മാം നമസ്കുരു എന്നാണ്. എന്റെ പ്രതിബിംബമായിട്ട് മാറും എന്നെ നമസ്കരിക്കുന്നവരൊക്കെ എന്നാണ് ഭഗവാൻ പറയുന്നത്. അത്രയും ആഴമുള്ള വലിയ, അത് അഹങ്കാരം കൊണ്ടല്ല. നമസ്കരിക്കുന്ന ആ സമയത്ത് അഹങ്കാരം പൂർണ്ണമായിട്ടും സറണ്ടർ ചെയ്യാണ് നമ്മൾ, അല്ലേ? മന്മനാ ചിന്ത, മദ്ഭക്ത സ്നേഹം, മദ്യാജി എന്ന് പറഞ്ഞ പ്രവൃത്തിയാണ്. മാം നമസ്കുരു എന്ന് പറഞ്ഞ സമർപ്പണമാണ്. അപ്പൊ ചിന്ത, സ്നേഹം, ആരാധന, സമർപ്പണം, ഇതൊക്കെ വരുമ്പോ ഭഗവത് പ്രാപ്തി നമുക്കുണ്ടാവുമെന്നാണ്. ചിന്ത, സ്നേഹം, ആരാധന, സമർപ്പണം, ഈ 4 കാര്യങ്ങളും ചേർന്നാൽ ഭഗവത് പ്രാപ്തിയായി. ഭഗവത് പ്രാപ്തി കിട്ടിയ പിന്നെന്താ വേണ്ടേ? എന്ത് വലിയ സീക്രട്ടാ ഭഗവാൻ പറഞ്ഞു തന്നിരിക്കുന്ന ആലോചിച്ച് നോക്കാം. എന്ത് വലിയ ഉറപ്പാണ് ഭഗവാൻ തന്നിരിക്കുന്നത്. നീ എന്നെ പ്രാപിക്കുമെന്നാ പറഞ്ഞിരിക്കുന്നത്. നമുക്കൊക്കെ അങ്ങനെയല്ലേ ആഗ്രഹം? നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളെ നമ്മൾ പ്രാപിക്കല്ലേ ചെയ്യുക, അല്ലേ? അവിടെയാണ് സ്വർഗം. ആ സമയത്ത് നമ്മുടെ എൻജോയ്മെന്റ് ഉണ്ടല്ലോ, ആ സന്തോഷം, ആ ബ്ലിസ്ഫുൾനെസ്, അത് താൽക്കാലികമല്ല. പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ പരമാത്മാവിനെ പ്രാപ്തിയിലെത്തുമ്പോൾ ചേരുന്ന സമയത്ത് മത്പരായണ എന്നാണ്. ആ മത്പരായണ ജീവിത ലക്ഷ്യം തന്നെ അതായിട്ട് മാറും. ചിന്തകൾ ഭഗവാനിൽ മാത്രമേ ഉണ്ടാവും, സമർപ്പണം പൂർണ്ണമായിട്ടും ഭഗവാനിലാവും.
അതുകൊണ്ട് 9-ാമത്തെ അധ്യായത്തിൽ രാജവിദ്യ രാജഗുഹ്യ യോഗം എന്ന് പറയുന്നത് ഭഗവാൻ എല്ലായിടത്തും പ്രാപിച്ചിരിക്കുന്നു. ഭക്തിയുടെ ലളിതമായ മാർഗം എന്താണ്? ഇല കൊടുക്കുമ്പോഴും ഭക്തി ഉണ്ടാവും, കർമ്മം ചെയ്യുമ്പോഴും ഭക്തി ഉണ്ടാവും. വലിയ പാപിക്കും മോക്ഷം കിട്ടും. നിങ്ങൾ ഏത് കാറ്റഗറിയിൽ പെട്ടാലും കുഴപ്പമില്ല, വൈശ്യനായാലും ശൂദ്രനായാലും ഒരു കുഴപ്പമില്ല. വലിയ സിദ്ധാന്തം, വലിയ കാര്യം. എന്നെ നമസ്കരിക്കുക, എന്റെ ഭക്തനാവുക, എന്നെ ആരാധിക്കുക, അങ്ങനെയൊക്കെ ചെയ്താൽ നീ എന്റെ കൂടെ നിൽക്കുമെന്നാണ് ഭഗവാൻ. ഭഗവത്ഗീത 9-ാം അധ്യായം, അതും ഏറ്റവും പ്രധാനപ്പെട്ട രാജവിദ്യ രാജഗുഹ്യ യോഗം മനോഹരമായിട്ട് നമുക്ക് വിവരിച്ച് നൽകിയ ആദരണീയനായിട്ടുള്ള നമ്മുടെ ഗുരുനാഥൻ ഡോക്ടർ TPSTക്ക് എൻ്റെയും ഇത് കേൾക്കുന്ന എല്ലാവരുടെയും പേരിൽ വിനീതമായിട്ടുള്ള നന്ദി, നമസ്കാരം, പാദ നമസ്കാരങ്ങളോടുകൂടി ഒരുപാട് ഒരുപാട് നന്ദി.